മാത്യു ആക്ച്വലി എന്തെങ്കിലും ഉണ്ടോ? മാത്യുന്റെ വീട്ടില് ഇപ്പൊ ലവ് മാരേജിൽ ആക്സെപ്റ്റ് ചെയ്യാം? എനിക്ക് ലവ് ഇല്ല. ഗോൾഡൻ നീ ഇല്ലാத ലൈഫ് സോറോ മോസ്കോ സോറോ നമ്മ പയ്യന്താ ഹീറോ സിംഗിന്റെ വെട്ട് വേറെ യാരോ. നിങ്ങളുടെ ഒരു കോംബോ പ്രതീക്ഷിക്കാമോ? എനിക്ക് ഒരുമാതിരി വെക്കമാണ്. എങ്ങനാണപ്പോ? ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കെമിസ്ട്രിയും ബോണ്ട് വന്നുകൊണ്ട് നമ്മൾ എന്ത് കാരണത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നതിലും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഈസിനെസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ഉണ്ട്, അതിന്റെ ഹെൽപ്പാണ്. റീസെന്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയോ? എന്താ അല്ല, ഒരു വർഷം മുമ്പ് ലോങ് ഡിസ്റ്റൻസ്. ഓ ചേച്ചിക്ക് ഏതോ പ്രശ്നമുണ്ട്. ഒരിക്കലും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ചെയ്തു തുടങ്ങിയപ്പോൾ ഭയങ്കര, എനിക്ക് പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫാക്ഷനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇനിയും തോന്നുന്നൊക്കെ ഒരു ഫീൽഡാണ്. അല്ലെങ്കിൽ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. മാത്യു നേരിൽ കണ്ടോ ഒരു മാതിരി ഏതോ ആരുടെയോ പടത്തിന് വന്നിരുന്ന മാതിരിയേ ഒരു മാതിരി ഇരുന്നിട്ട്. പക്ഷേ പെർഫോമൻസ് എന്ന് വരുമ്പോ എങ്ങനെ മാറുന്നേ? ഞാൻ വിചാരിച്ചു മാത്യു കുറച്ച് എക്സ്ട്രോവേർട്ടാ അങ്ങനെയൊന്ന്. പക്ഷെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഫോട്ടോ എടുത്ത് വെച്ചോ നോക്കിക്കോ ഏതെങ്കിലും പടം. ഹായ്, കൂടെ ഉള്ളത് മാത്യു ആൻഡ് ശിവാംഗി. വെൽക്കം. എത്ര ഉള്ള ഇൻട്രോ? കുറച്ചുകൂടെ കൂടുതൽ ഇൻട്രോ വേണോ? എങ്ങനെ വേണം ഇൻട്രോ? ചുമ്മാ എന്തൊക്കെയാ പറയണ്ടേ? ചുമ്മാ പറഞ്ഞു എന്നാ ഞാൻ അത് തന്നെ പറയാം. എന്താണ് ഒരു ആഗ്രഹിക്കുന്ന ഒരു ഇൻട്രോ? ഇന്ന് നമ്മുടെ കൂടെ ഷോയിലുള്ളത് May 2 റിലീസ് ആവുന്ന ലവ്ലി ചിത്രത്തിന്റെ നായകനും അതിന്റെ നായികയുടെ വോയിസ് കൊടുത്ത ഈച്ച അങ്ങനെ എന്തെങ്കിലും അപ്പൊ ഒന്നുകൂടെ പറയാം കേട്ടോ. ശിവാംഗിയുടെ ഒരു സജഷൻ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ പറയാണ്. May 2 ലവ്ലി റിലീസ് ആവാണ്. അപ്പൊ ലവ്ലിയിലെ നായകനായിട്ട് മാത്യു ആണ്. അതുപോലെ ലവ്ലിയിലെ നായിക ഒരു സർപ്രൈസ് ആണ്. ആ നായികക്ക് ശബ്ദം കൊടുത്തത് ശിവാംഗിയാണ്. നായിക ആരാ? ഈച്ച. സെറ്റാണോ ഇൻട്രോ? അല്ലേ? ഇതുപോലെ ഈച്ച നായികയായിട്ട് വരികയാണ്. ഈച്ചന്റെ കൂടെ അഭിനയിക്കുകയാണ്. എന്തുകൊണ്ട് പിക്ക് ചെയ്തു എന്നുള്ളത് ഇവിടെ ഒരു കാര്യമേ അല്ല. കാരണം ദിലീഷ് ഏട്ടൻ, ആഷിക് ഏട്ടൻ, ഇവരുടെ പ്രൊഡക്ഷൻ, ഇങ്ങനെ ഒരു കഥ 3D ഒക്കെ വരുന്നു. പക്ഷെ ചെയ്ത് ഇന്നായി കഴിഞ്ഞിട്ടേ നമ്മള് ഒരു പുതിയ പരിപാടി ചെയ്യുന്നതിന് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. അതെങ്ങനെയായിരുന്നു? തുടക്കം മുതലേ ഉണ്ടായിരുന്നു എക്സൈറ്റ്മെന്റ്. ഇപ്പൊ കഥ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ദിലീഷേട്ടൻ പറഞ്ഞ് ആഷികേട്ടനായിരിക്കും സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത്. അപ്പോൾ ആഷികേട്ടനെ നേരത്തെ അറിയാം. കുമ്പളങ്ങിയൊക്കെ ചെയ്യുമ്പോൾ ആഷികേട്ടൻ വരുമായിരുന്നു, അല്ലെങ്കിൽ അവരെല്ലാവർക്കും പരിചയമുള്ളതുകൊണ്ട് ആഷികേട്ടൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് ആഷികേട്ടൻ ഡയറക്റ്റ് ചെയ്ത സിനിമകളിൽ ഏതെങ്കിലും ഒന്ന് അഭിനയിക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ട്. പക്ഷെ ആദ്യമായിട്ട് ആഷികേട്ടൻ സിനിമാറ്റോഗ്രാഫറായിട്ട് ആഷികേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും അപ്പൊ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി സബ്ജക്റ്റ് ഒരു ഈച്ച അല്ലെങ്കിൽ ഒരു സംസാരിക്കുന്ന ഈച്ചയൊക്കെ ഭയങ്കര പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നൊരു സബ്ജക്റ്റ് ആയിരുന്നു. പിന്നെ അതർവൈസ് ഓൾസോ അതിന്റെ ഒരു ജേർണിയും പടത്തിന്റെ കഥയുടെ ഒരു ജേർണിയൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ശിവാംഗി, ഈച്ചക്ക് ഡബ് ചെയ്യാൻ വിളിച്ചത് എങ്ങനെയായിരുന്നു ആ കോള്? സോ ഈ കോൾ എങ്ങനെയാ, അമ്മ ആണ് ഒന്ന് വിളിച്ച് ഇതുപോലെ. അപ്പൊ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ ഇതുപോലെ ഈച്ചക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വിളിക്കുന്നു. അയ്യോ, ഈച്ചക്ക് ഡബ് ചെയ്യാൻ വിളിക്കുന്നു. അയ്യോ, ഈച്ചക്ക് ഡബ് ചെയ്യാൻ വിളിക്കുന്നു അങ്ങനെയെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ ഞാൻ വന്ന് ഇത് ഓൾസോ ഇതെന്റെ ഭയങ്കര ഇത് ആഗ്രഹിച്ച ഒരു വിഷയമാണ്. ഏതെങ്കിലും ഒരു അനിമലിനെ ഒന്ന് ഇത് ചെയ്യണമെന്ന്, ഡബ് ചെയ്യണമെന്ന്. അപ്പൊ കറക്റ്റ് ഈച്ച വന്നു. ഈച്ച ഇഷ്ടാണോ? ഈച്ച ആർക്കാ? ഈച്ച ഇഷ്ടല്ല. പക്ഷേ ഇതില് ഈച്ച കാണാൻ ക്യൂട്ടുണ്ട്. ഇതില് ഇഷ്ടപ്പെടുമല്ലോ. കണ്ടോ എങ്ങനെയായിരുന്നാലും നമ്മൾ ഇവിടത്തെ ഈച്ച ക്യൂട്ട് ഈച്ചയായിട്ടുള്ള ഒരു കമ്പാനിയൻഷിപ്പ് എങ്ങനെയാ? ഭയങ്കര രസമായിരുന്നു. അപ്പൊ ആദ്യം സ്ക്രിപ്റ്റിലൊരു ഇതിന്റെ ഒരു ബേസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സീൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയി, കുറച്ചും കൂടെ ലെയേഴ്സ് ആഡ് ആയി. അല്ലെങ്കിൽ ഈ ഒരു ഗോസിപ്പ് ഒക്കെ പറയുന്ന ഒരു ഈച്ച, നമ്മളിപ്പോ നമ്മൾ കണ്ടേക്കുന്ന ഒരു ഈച്ച എന്ന് പറയുന്നത് അതെ ഈഗയിലൊക്കെ ഉള്ള ഈച്ചയാണ്. അത് ഭയങ്കര ആക്ഷനും അല്ലെങ്കിൽ
ഭയങ്കര ഒരു ത്രില്ലിങ്ങും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഈച്ച. സീരിയസ് മോഡൽ ഭയങ്കര ഈച്ച. ഇതൊരു നെയ്ബർഹുഡ് ഈച്ചയാണ്. ഈച്ച നെക്സ്റ്റ് ഡോർ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അപ്പൊ അല്ല അതുപോലത്തെ ഒരു ഈച്ച. അപ്പം ഇപ്പൊ പറഞ്ഞൊക്കെ വരുമ്പോ അവിടെ സാമ്പാറാണ് വെക്കുന്നത്, സാമ്പാറാണല്ലോ വെക്കുന്നത്, അങ്ങനെയൊക്കെ വന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഈച്ച ഒരു പാൻ ഇന്ത്യൻ ഈച്ചയാണ്. അതിനാ ഈ സിനിമ വന്ന് തമിഴ്, തെലുങ്ക്, ഹിന്ദിയിലും കൂടെ റിലീസ് ആവുന്നു. അതിൽ 2 ഭാഷയിൽ ആരാ ഡബ് ചെയ്ത്? 2 ഭാഷയിൽ ഞാൻ തന്നെ സംസാരിക്കും. അതുകൊണ്ട് ഈ ഈച്ച ഒരു പാൻ ഇന്ത്യൻ ഈച്ച. അത് ആദ്യം ശിവാംഗിയുടെ ശബ്ദമില്ലല്ലോ, പകരം ഉണ്ണിമായ ചേച്ചിയാ ചെയ്തത് അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു പിന്നെ അത് ശിവാംഗിയുടെ ശബ്ദത്തിൽ മാറ്റി പിന്നെ കേൾക്കുകയും ചെയ്യും? ഇല്ല, ഭയങ്കര രസമായിരുന്നു. ഈച്ച എന്ന് പറയുമ്പോ ഒരു ഓരോരുത്തരും അതിന് വോയിസ് കൊടുക്കുമ്പോൾ അതിനൊരു ലൈഫ് ആഡ് ആവുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര മലയാളത്തിലും കേട്ടപ്പോ ഭയങ്കര രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉണ്ണിമായ ചേച്ചി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ പെർഫോമൻസ് ഒരു നല്ലൊരു പങ്ക് ചേച്ചിയുടെ ഒരു ഹെൽപ്പ്, അല്ലെങ്കിൽ എനിക്ക് അത്രയും ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്ന ചേച്ചിയുടെ ഒരു ഹെൽപ്പ്. കാരണം ചേച്ചിയാണ് വന്ന് ആ ഒരു ഓൺ സ്പോട്ടിൽ നമുക്കൊരു വോയിസ് തന്നെയും, അല്ലെങ്കിൽ ഉണ്ണിമായ ചേച്ചിയാണ് ആക്ച്വലി ഈച്ചയുടെ ഒരു അഭിനയം ശരിക്കും ബേസ്ഡ് ഓൺ ഉണ്ണിമായ ചേച്ചിയുടെ ഇതാണ്. കാരണം ആ ഫീച്ചേഴ്സ് ആയാലും അല്ലെങ്കിൽ റിയാക്ഷൻസ്, അപ്പൊ നമുക്ക് അഭിനയിക്കുമ്പോഴേ ആരും കൂടെയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് ഉള്ളത് ഭയങ്കര ഹെൽപ്ഫുൾ. ഭയങ്കര ഒരു ബാക്ക് ബോൺ പോലെയായിരുന്നു എനിക്ക് എന്റെ പെർഫോമൻസിൽ അത് ഹെൽപ്പ് ചെയ്ത്. ഈച്ചപ്പോ സംസാരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ മാത്യു ഇങ്ങനെ വേക്കന്റ് ആയ ഒരു സ്ഥലം നോക്കി സംസാരിക്കുമ്പോ ഉണ്ണിമായ ചേച്ചി അപ്പുറത്ത് ബിഹൈൻഡ് ദ ക്യാമറ ഉണ്ടാവും. അതും ചുമ്മാ വായിക്കാല്ല, അത് പൈലറ്റിൽ കേട്ടിട്ടല്ലേ ചെയ്തേ? അതെ അതെ, അത് പൈലറ്റിൽ കേട്ടാ ചുമ്മാ വായിക്കത്തില്ല, അത് അഭിനയിക്കുന്ന പോലെ തന്നെ വന്ന് ഇമോട്ടൊക്കെ ചെയ്ത് അപ്പൊ റിഹേഴ്സ് ചെയ്യുമ്പോ കാണും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇമാജിനേഷനിലാ ചെയ്യുന്നത്. അപ്പൊ സീറോന്ന് തുടങ്ങേണ്ട വന്നില്ല എനിക്ക്. വോയിസും ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ അല്ലേ തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. പക്ഷെ ഇതുള്ളതുകൊണ്ട് ഭയങ്കര പിന്നെ ഭയങ്കര എക്സൈറ്റിംഗ് കേട്ടോ. അറിയാവുന്ന ആൾക്കാരെ ഉണ്ണിമായ ചേച്ചിനെ കുമ്പളെങ്കിൽ മുതലേ അറിയാം എനിക്ക്. ചേച്ചിയും രാജ്മാധവനും ഒക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എന്താണെന്നൊക്കെ പറഞ്ഞെന്ന ആൾക്കാരാണ്. അതെ, അപ്പൊ ചേച്ചി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ആഷികേട്ടൻ, ദിലീഷേട്ടൻ, നമ്മുടെ CG ചെയ്ത അനീഷ് കുട്ടിയുണ്ട്. അപ്പൊ ഇവരെല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഞാൻ കൂടെ വിചാരിച്ചു ഈ ഒന്നുമേ ഇല്ലാതെ എങ്ങനെയാ സാധാരണ അഭിനയിക്കുന്നത് കഷ്ടമാണ്. ഇതിൽ ഒന്നുമേ ഇല്ലാതെ ഇമാജിൻ ചെയ്ത് അഭിനയിക്കുന്നത് ഡബിൾ വർക്ക് ആക്ച്വലി. സൂപ്പർ ഉണ്ട്. അതോ ഈ ചില ഇങ്ങനെയല്ല പോകുമ്പോ അത് കറക്റ്റ് ലുക്കെല്ലാം കണ്ട് അതുപോലെ തന്നെ നോക്കണമല്ലോ. അതിനു വേണ്ടിയേ നിങ്ങളെല്ലാം കാണും. എന്തായാലും കാണും. ഡബിങ് സ്റ്റുഡിയോയിൽ കയറി ആദ്യമായിട്ടാണ് ഒരു ക്യാരക്ടറിന് ഡബ് ചെയ്യുന്നത്, സ്വന്തം അല്ലാത്ത? ഓ, അപ്പൊ എങ്ങനെയാണ് ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഒരു അനിമേറ്റഡ് ക്യാരക്ടറിന് ചെയ്യുന്നത്? അല്ലാതെ ഒരു ക്യാരക്ടറിന് ഫസ്റ്റ് അല്ല, സ്വന്തം അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നത് ഫസ്റ്റ് അല്ലേ? ഇല്ല, എന്തിനാ എന്റെ വോയിസ് രജിസ്റ്റർ ആയതുകൊണ്ട് ആരും എന്നെ ഡബിങ്ങിന് വിളിക്കൂല, ഡബിങ്ങിന് വിളിക്കൂല. ബട്ട് അതെ, സോ ഇത് വന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഓൾസോ ഞാൻ ഇതുവരെയും ചെയ്ത എല്ലാമേ ക്യാരക്ടർ. ആദ്യമായിട്ടാണ് ഒരു ഫുൾ പടം ഡബ് ചെയ്ത് നായിക. ഡബിങ് സ്റ്റുഡിയോയിൽ എക്സ്പീരിയൻസ് എന്തായിരുന്നു ദിലീഷ് ചേട്ടനൊക്കെ ആയിട്ട്? ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിരുന്നു ആക്ച്വലി. ഉണ്മയെ പറയണമെന്നാ സിംഗർന്നാ പാട്ട് പാടിയിട്ട് ഒരു 3 hours പാടിയിട്ട് പോവാം. പക്ഷെ ഡബിങ് അങ്ങനെയല്ല. നമുക്ക് നിറയെ തൊണ്ട ഒന്ന് ഡ്രെയിൻ ആവും, എന്നിട്ട് മണ്ട വേദനിക്കും. അതിന്റെ പേരെന്താ? തല. ഒരുമാതിരി കിറുന്നുണ്ടാവും. എന്നിട്ട് അറൗണ്ട് ഒരു 6-7 hours സംസാരിച്ചോണ്ടേ ഇരിക്കുന്നത്. ശബ്ദം മാറ്റുന്നുണ്ടോ? അല്ല, ഇത് ഇല്ലല്ലോ, എന്റെ വോയിസ് തന്നെയാ. അല്ല, ടോൺ എന്തെങ്കിലും സെയിം ടോണിലാണ് സംസാരിക്കുന്നത്. അതേപോലെ ഇന്റർവ്യൂ സ്റ്റാർ ആണ്, കണ്ടിട്ടുണ്ടാവുമല്ലോ. തിരിച്ച് മാത്യുവിന്റെ തമിഴ് പടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ലിയോ കണ്ടിട്ടുണ്ട്. എന്നിട്ട് നീക്ക് ഗോൾഡൻ കേക്കട്ടെ. நீ இல்லாத லைஃப் ரொம்ப சோரோ மாஸ்கோ சோரோ நம்ம பையன் தா ஹீரோ சிங்கி வெட்டு வேற யாரോ. അറിയോ തമിഴ്നാട്ടില് ഗേൾ ഫാൻസ് ഒക്കെ ഉണ്ടോ? പേജ് ഒക്കെ ഉണ്ടോ? കണ്ടോ? ഉണ്ടെന്ന് അത് ഇവിടെ ചോദിച്ചാലേ നമുക്കറിയാം. നീക്ക് പറഞ്ഞോണ്ട് അങ്ങനെ കൊറേ മീംസും കൊറേ ആ ക്യാരക്ടർ എല്ലാവർക്കും ഭയങ്കര സ്ട്രൈക്ക്. നല്ല മാത്യു മാരി ഒരു ഫ്രണ്ട് വേണം. ഞാൻ പടം കണ്ടിട്ടില്ല, അതുകൊണ്ട്. അതെ, അപ്പൊ ക്യാരക്ടർ ഭയങ്കര എല്ലാവർക്കും. ഇനി തമിഴിലെ ഹീറോ ആയിട്ട് അഭിനയിക്കാം. അയ്യോ അല്ല, വരട്ടെ, നന്നായി നോക്കാം. തമിഴിലെ പടങ്ങളാണോ കൂടുതൽ ഇഷ്ടം, മലയാളത്തിലെ പടമാണോ മാത്യുവിന്റെ കൂടുതൽ ഇഷ്ടം?
ഞാൻ മലയാളം ഒന്നും അത്ര കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടില്ല. കുമ്പളങ്ങി കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാ കുമ്പളങ്ങി നൈറ്റ്സ് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ്. ആ അതെ. മലയാള പടന്നാലേ ഫസ്റ്റ് അവർ പറയുന്നത് പ്രേമമോ, സെക്കൻഡ് കുമ്പളങ്ങി നൈറ്റ്സ്, അടുത്ത് പ്രേമലും, ഫോർത്ത് മഞ്ഞുമൽ ബോയ്സ്. ഓ ഇതില് ഇപ്പം എന്താ പറയാ, മാത്യുവിന്റെ ലിയോയും ഇത് ലാസ്റ്റ് പടവും ഒക്കെ കണ്ടില്ലേ? അതെ. അപ്പം അതിലേറ്റവും ഇഷ്ടമായത് ഏതാ? ലിയോല് സൂപ്പർ ഉണ്ടായിരുന്നു. ആ ഹൈന ഒരു ആക്ട്രസ് ആയതുകൊണ്ട് നിങ്ങളുടെ ഒരു കോംബോ പ്രതീക്ഷിക്കാമോ? എനിക്ക് ഒരുമാതിരി വെക്കമുണ്ട്. എന്താ പറയണ്ടേ, നായികയായിട്ട് അഭിനയിച്ചില്ല. എല്ലാ ക്യാരക്ടർ റോൾ തന്നെയല്ലേ ഡോൺ വന്നിട്ടുള്ള. അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടോ അങ്ങനെ? ഉണ്ട്, ഇല്ലെങ്കിൽ ആരെങ്കിലും പറയാം. ഇത് ഈ ഇന്റർവ്യൂസിന്റെ താഴെയൊക്കെ ഇപ്പൊ ഓരോ പ്രൊമോഷന് കൊടുക്കുന്ന സമയത്ത് പലതരം കമന്റ് വരും. ഇപ്പൊ മാത്യുവിന്റെ കരിയർ എടുത്തു നോക്കിയാലും ഫേസ്ബുക്കിലൊക്കെ മാത്യു എന്ന് അടിച്ചാൽ പല ടൈപ്പ് ഓരോരുത്തരുടെ പോസ്റ്റ് ഉണ്ടാവും, അഭിപ്രായങ്ങൾ തന്നെ. ഇതൊക്കെ ഫോളോ ചെയ്യോ? കാണാറുണ്ടല്ലോ. എടുക്കുവോ അതിൽ എന്തെങ്കിലും പോസിറ്റീവ്സോ നെഗറ്റീവ്സോ? പോസിറ്റീവ്സ് എടുക്കും ഡെഫിനറ്റ്ലി. നെഗറ്റീവ്സ് അല്ല, നെഗറ്റീവ് എന്നല്ല, ഇപ്പൊ എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം ആണ്, അത് അതിന് ഒരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഇഫ് ദാറ്റ് ക്രിറ്റിസിസം മേക്ക് സെൻസ്, അത് ഉറപ്പായിട്ടും എടുക്കും. അല്ലെങ്കിൽ അത് നോക്കും, വായിക്കും, എല്ലാം വായിക്കും, എല്ലാം അറിഞ്ഞിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഒരേ ആശ്ചര്യമുണ്ട്. ആശ്ചര്യം മലയാളത്തിൽ എന്താ അത്? അത്ഭുതം. എനിക്ക് ഒരേ അത്ഭുതമായിട്ടുണ്ട്. മാത്യു നേരിൽ കണ്ട ഒരുമാതിരി ഏതോ ആരുടെയോ പടത്തിന് വന്നിരുന്ന മാതിരിയെ ഒരു മാതിരി ഇരുന്നിട്ട്, പക്ഷെ പെർഫോമൻസ് എന്ന് വരുമ്പോ എങ്ങനെയാ മാറുന്നത്? ഞാൻ വിചാരിച്ചു മാത്യു കുറച്ച് എക്സ്ട്രോവേർട്ടാ അങ്ങനെയൊന്ന്, പക്ഷെ ഭയങ്കര സൈലന്റ് ആയിട്ട്. അറിയില്ല, വീണ്ടും അല്ല അത് അപ്പൊ അഭിനയിക്കുമ്പോ അത് കോൺഷ്യസ് അല്ല, പക്ഷെ റിയൽ ലൈഫിൽ കോൺഷ്യസ് അല്ല. ഇതാ യൂസ് ടു ഇൻട്രോവേർട്ട് ആണ്. ഇൻട്രോവേർട്ട് അല്ല, അങ്ങനെയല്ല. ഇൻട്രോവേർട്ട് ആയി തോന്നിയില്ല, എന്നാലും അറേഞ്ച് ആണ്. എക്സ്ട്രോവേർട്ട് അല്ലേ? ആര്? ഞാൻ ഇപ്പൊ ഞാൻ ആംബിവേർട്ട്. ആംബിവേർട്ടാ? അതെ. അതെന്താ മാറാൻ കാരണം? വയസ്സായില്ലേ? ഇതൊന്നും കേക്കണ്ട, കുഞ്ഞു പിള്ളേര് വരെ ഫാൻസ് ഉള്ളതാ. വയസ്സായിന്നൊക്കെ പറയാമോ? അങ്ങനെ പറയട്ടെ, ഏജ് പറയാൻ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഈ മെയ് 25. അപ്പൊ യങ്ങറാണ്. യങ്ങറാണ്. അതെന്താ? ഇല്ല, ഞാൻ റീസെന്റ് ഡേയ്സ് ആയിട്ട് എല്ലാരും എന്നെക്കാളും ചെറുതായിട്ടുണ്ട്, അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. സങ്കടപ്പെടാല്ല, പക്ഷെ എന്നെ കണ്ട 25 മരില്ലല്ലേ? ഇല്ല, ഒരു 22. ആ, അത്രേ ഉള്ളൂ. ഈ ഇന്റർവ്യൂസിന്റെ താഴെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ ഇല്ലേ, ഇതിന്റെയൊക്കെ താഴെ മലയാളം വായിക്കാൻ അറിയോ? ഇല്ല. അപ്പൊ കുഴപ്പമില്ല, സ്ക്രീൻഷോട്ട് എടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അങ്ങനെ നോക്കുക. കമന്റ് ഒക്കെ ഇല്ലെങ്കിൽ അമ്മാനെ ഇരിക്കാൻ വെച്ച് വായിക്കാൻ വെക്കും. എന്താ അപ്പൊ അമ്മയൊക്കെ ഇരുന്ന് ഇങ്ങനെ വായിച്ചിട്ട് കമന്റ് ഒക്കെ വായിച്ചിട്ട് പറയാം? അമ്മയുടെ അടുത്ത് പറയും, നിങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തരുമെന്ന്. അങ്ങനെയാ നിറയെ പേര്. മല്ലു കമന്റ്സും തമിഴ് കമന്റ്സും എന്താ വ്യത്യാസം എപ്പോഴും തോന്നാറ്? ഞാൻ സർപ്രൈസിംഗ്ലി വന്ന് രണ്ടും സെയിം ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് മലയാളം വന്ന് കുറച്ച് ഇങ്ങനെ മിക്സ് ആയി അടിച്ച് സംസാരിക്കുന്നുണ്ട് ആൾക്കാരെന്നെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷേ തമിഴിൽ എന്നെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തോ അതേപോലെ മലയാളത്തിലെ ഇതില് ഏറ്റവും രസം ഇപ്പം കുറച്ച് മുതിർന്ന ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് എന്തൊരു ഓപ്പൺ ആയി കുട്ടി, എന്തോ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് എന്നുള്ള. അപ്പൊ ചില ആൾക്കാർ പറയില്ലേ പെരിയ സിംഗർ ഒക്കെയാണ്, ഇത്തിരി ജാടയൊക്കെ ആവാം പറയും. എപ്പോഴും കണ്ട അതാ പറയുന്നേ. അതെങ്ങനെയാ ജാട കാണിക്കുന്നത് എനിക്കറിയില്ല. ഇപ്പൊ ഇന്റർവ്യൂവിന് അച്ഛന്റെ കൂടെയാ വന്നിട്ടുള്ളത്, അമ്മ വന്നിട്ടില്ല. സാധാരണ നമ്മൾ എപ്പോഴും അമ്മയുടെ കൂടെയാ കാണാറ്. അമ്മ വന്ന് നാട്ടില ചെന്നൈയിലാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോഴേ ഇപ്പം എന്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഇപ്പം അമ്മയൊക്കെ പറയും നല്ല വല്ല ഡ്രസ് ഇട്ടിട്ട് പോണേ എന്നാ പറയാ. അതുപോലെ ഈ ഷോസിന് ഇന്റർവ്യൂ ഈ ഡ്രസ്സേ അമ്മ വേണ്ടെന്നാ പറഞ്ഞേ. എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലേ? അതെ, ഈ ഡ്രസ്സേ അമ്മ വേണ്ട. ഞാൻ പറഞ്ഞു ലവ്ലി സിനിമയെങ്കിൽ ലവ്ലി വന്ന് അതിൽ ഈ വന്ന് ഈ പൂലൊക്കെ പോലെ ഒരു പാട്ട് അതിൽ, അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ് ഇട്ടു. അതാണ് ബബിൾ പൂക്കൾ. അതിലാണ് ശബ്ദമുള്ള പാട്ട്. ഞാൻ ഡയറക്റ്റ് 3D ക്ലാസ് വെച്ച് കാണാൻ പോവാ തിയേറ്ററില്. അല്ല അപ്പൊ അമ്മ ശരിക്കും വേറെ എന്തൊക്കെയാ പറഞ്ഞു വിടുക ഇങ്ങനെ അമ്മ വരാത്ത ഇവന്റ്സിന് വരുന്ന സമയത്ത്? കഴുത്തില് മാല ഇടണം എന്ന് പറയും. ജസ്റ്റ് ആ ഒരു കാലഘട്ടത്തിലെ അമ്മമാരുടെ സ്ഥിരം സാധനം തോന്നുന്നല്ലേ? കഴുത്തില് മാല ഇടണം, കയ്യില് വള ഇടണം, കാതില് കമ്മലിടണം.
കണ്ണെഴുതണം, അത്രേ ഉള്ളൂ. ഇതൊന്നും ഞാൻ ചെയ്യില്ല. ഈ തുടക്കത്തിലൊക്കെ പടം ചൂസ് ചെയ്യുമ്പം പാരന്റ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അതിലുണ്ടായിരുന്നു? ഇല്ല അങ്ങനെ ഒരു ഇത് ചെയ്യാ അത് ചെയ്യാ അല്ലെങ്കിൽ ഇത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. എന്റെ വഴിക്ക് ഫ്രീ ആയിട്ട് വിടുമായിരുന്നു. അല്ലെങ്കിൽ അതുപോലെ ഞാൻ തന്നെയാണ് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. പക്ഷെ അതൊരു ക്രൂഷ്യൽ ഏജ് അല്ലേ, നമുക്ക് എടുത്തു ചാടാൻ സാധ്യതയൊക്കെ ഉള്ള ഒരു ഏജില് ഇത്ര കൃത്യമായിട്ട് ഇത്ര മെച്ചുവേർഡ് ആയിട്ട് അല്ല അങ്ങനെയല്ല, ഞാൻ അന്ന് മുതലേ നോക്കിയത് എന്താന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നത് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇത് ഇഷ്ടമാണെന്ന് എപ്പോ പറഞ്ഞു? ഏതാ ലവ്ലിയോ? അഭിനയിക്കുന്നത് ഫസ്റ്റ് സിനിമ കിട്ടിയപ്പോ ഓഡിഷൻ കഴിഞ്ഞിട്ട് കുമ്പളങ്ങി, അതിന്റെ ഒരു ഓഡിഷൻ കഴിഞ്ഞ് വൺസ് എന്റെ പ്രീ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ മനസ്സിലായി എനിക്കിത് ഇഷ്ടമുള്ള. അതുവരെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യത്തിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് അല്ലായിരുന്നു. ഇല്ല മിസ് ചെയ്യുന്നുണ്ടോ കോളേജ് പഠിക്കാത്തോണ്ട്? ഇല്ല കുഴപ്പമില്ല, സിനിമ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കാനുള്ള ചോദ്യം ചോദിച്ചു. ചോദിച്ചോ, ഞാൻ എന്തായാലും ചോദിക്കാനിരുന്നു. അല്ല അത് കോളേജിൽ പോകാൻ പറ്റില്ല, പക്ഷെ ഇതിപ്പോ ഇതും ഇതുണ്ടല്ലോ, അപ്പൊ ഒരു സാക്രിഫൈസ്. ലോങ് ഡിസ്റ്റൻസ്, ഐ മീൻ ലോങ് ഡിസ്റ്റൻസ്. ഓ ചേച്ചിക്ക് ഏതോ പ്രശ്നമുണ്ട്. ലോങ് ഡിസ്റ്റൻസ് കോഴ്സാണ്. ഒരു നിമിഷം പോയി. ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കോഴ്സുകൾ ഓൺലൈൻ കോഴ്സുകളാണോ? ഇത് മാറിപ്പോയി. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുത്തിട്ടുണ്ട്. മന്നിച്ചെടുക്കാൻ ഇല്ല അത് നോക്കി, പക്ഷെ ഈ പറഞ്ഞ പോലെ ഷെഡ്യൂളുകൾ ഒക്കെ ആയിട്ട് രണ്ടിലും കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ ചിലപ്പോ നമ്മുടെ കോൺസെൻട്രേഷൻ ഫുൾ ആവും. അപ്പൊ അതിനും ഭേദം ചെയ്യുന്നത് വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഏതോ ഒരു ഇന്റർവ്യൂല് മുമ്പ് പറഞ്ഞു, എനിക്ക് അഭിനയം മാത്രമേ അറിയുള്ളൂ, വേറെ പണി അറിയില്ല എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ അതിന് കുറെ കമന്റ് വരുന്നു. ശരിക്കും അത് ആ ഒരു മീനിങ് തന്നെയല്ലേ പറഞ്ഞത്, ഞാൻ ഇതേ ചെയ്ത് ശീലിച്ചിട്ടുണ്ട്. എന്താ പറയാ, പലരും പറഞ്ഞു ഈ ഏജിലെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാലൊക്കെ. അല്ല അങ്ങനെയല്ല, അത് എന്താന്ന് വെച്ചാ ഇതാ ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ അത് പോയി ഒന്നിനും തുടങ്ങണം, അതിലും മടി ഉണ്ടായിട്ടല്ല. ഇതാ ചെയ്യുന്നത്, ഇത് ഇഷ്ടമാണ്, അപ്പൊ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കാൻ പറ്റും. ഒരു സ്പേസ് ഉണ്ട്. അല്ല ഇത് ചെയ്യാൻ പറ്റുന്ന അത്രയും ഇത് തന്നെ ചെയ്യാന്നുള്ളതാണ്. എന്താ ആക്ച്വലി സിംഗർ എന്നുള്ളതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ആക്ടർ ആണോ, ഈ ആർട്ട് വേറെ എന്താ, എന്തിലാണ്? ഞാൻ ഏതാ കൂടുതൽ ഇഷ്ടം എന്ന് ആലോചിച്ചോണ്ടിരിക്കുക. അതെ, എന്നാ എനിക്ക് എല്ലാം ചെയ്യുന്ന ഇഷ്ടമാണ്. എനിക്ക് ഞാൻ ഒരു ചെറിയ വയസ്സ് തൊട്ടേ ഒരു ക്യൂരിയസ് മൈൻഡ്. സോ സ്കൂൾ പഠിക്കുമ്പോൾ തൊട്ടേ എല്ലാമേ ചെയ്യണം. എനിക്ക് ആക്ച്വലി വരയ്ക്കാനേ അറിയില്ല, പക്ഷേ വരയ്ക്കുന്ന ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു കൾച്ചറൽസ് വന്നാ ഞാൻ വരയ്ക്കാൻ കൂടും. എന്നിട്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ അത്ര അറിയില്ല. അപ്പൊ ഞാൻ ഒന്ന് ഡാൻസ് എന്തെങ്കിലും ഒരു ആനുവൽ ഡേന്നാ എനിക്ക് ഏതാ ഒരു ഡാൻസ് കൊടുങ്ങാൻ അവരും തരും. എന്നിട്ട് അങ്ങനെയാണ് വന്ന് ഫിലിം അഭിനയിക്കാൻ വിളിച്ചു. ഫസ്റ്റ് ശിവകാർത്തികേയൻ ആണ് വിളിച്ചത്. അപ്പൊ എനിക്ക് അഭിനയമേ അറിയില്ല. ഇൻഫാക്ട് അപ്പൊ സിനിമ ഒന്നും എന്താന്ന് അറിയില്ല. ആരുമേ എന്റെ ഫാമിലിയിൽ ആക്ടേഴ്സും ഇല്ല. സോ മ്യൂസിക് വന്നത് എനിക്കറിയാം. എന്തിനാ അത് വന്ന് അമ്മ അപ്പ എല്ലാരും അവിടെ ഉണ്ട്, അതിലുണ്ട്. സോ ആ എക്സ്പോഷർ എനിക്കുണ്ട്. പക്ഷേ സിനിമ എന്നോ എൻറ്റയർലി ഡിഫറെന്റ് വേൾഡ്. സുത്തമാ അറിയില്ല. അപ്പൊ ഞാൻ വന്ന് ഉള്ളി പോയോണ്ടേ ഭയങ്കര വിലാട്ട്, അതിന്റെ പേരെന്താ, കുസൃതി. അപ്പോ ഞാൻ വെറും 19 വയസ്സേ ഉള്ളൂ. സിനിമയില് വന്ന പ്രായം അത്രയില്ല, 18. സോ 19 വയസ്സിൽ വന്നപ്പോ എനിക്ക് അതിന്റെ സീരിയസ്നെസ് അറിയില്ലായിരുന്നു. സോ ശിവാണ് ഇങ്ങനെ ഫുള്ള് കുറെ ഗൈഡ് ചെയ്യായിരുന്നു അപ്പോ. എന്നിട്ട് സോ അതായിരുന്നു എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. സോ സിനിമ വിളിച്ചപ്പോ കൂടെ അയ്യോ എനിക്ക് നടിക്കവേ தெரியாது അങ്ങനെയാ ഞാൻ പറഞ്ഞ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നാ പറഞ്ഞ. അപ്പൊ അവര് പറഞ്ഞു ചുമ്മാ വാ ജാലിയായിരുന്നു പറഞ്ഞു. അപ്പൊ ശരി ഓക്കെ ഞാനും പോയി. അങ്ങനെ 4 പടം ചെയ്തു. അതെ, ഈ നസ്ലന്റെ കൂടെയുള്ള പടങ്ങൾ വരുമ്പോഴേ ഇപ്പൊ കുറെ കോമ്പോല് പ്രേമലു ലാസ്റ്റ് അതുപോലെ വരുന്ന സമയത്ത് ക്യാരക്ടറിനെ പറ്റി കൂടുതൽ ചിന്തിക്കാതെ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിൽ തന്നെയാണോ? അല്ലല്ല, ക്യാരക്ടർ രണ്ടുപേരും ക്യാരക്ടർ തന്നെ നിന്ന് ചെയ്യുന്നതല്ല. പക്ഷെ ഈ ഒരു നമുക്ക് അത്രയും അറിയാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കെമിസ്ട്രിയും ബോണ്ടും ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ക്യാരക്ടറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നതിലും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഈസിനെസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ഉണ്ട്, അതിന്റെ ഹെൽപ്പാണ്. പക്ഷെ നമ്മള് 2 ക്യാരക്ടേഴ്സ് കിട്ടി നമ്മളായിട്ട് പോയി ചെയ്യുമല്ല. എങ്ങനെയാ വർക്കിംഗ് സ്പേസ് ഒക്കെ? ഇപ്പം എല്ലാ സ്ഥലത്തും അപ്പ അമ്മ വരാറുണ്ടോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാറുണ്ടോ? അതെ, എല്ലാ സ്ഥലത്തും അമ്മ പോരും. ഇഷ്ടമാണോ അങ്ങനെ കൂടെ വരുന്നത്? ഇല്ല, ഇഷ്ടമല്ല. പറയാറുണ്ടോ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, ഞാൻ വലുതായില്ല. അപ്പൊ എന്താ പറയാ, ഒറ്റയ്ക്കില്ല നീ പോകാൻ കൊള്ളാന്ന് പറയും. എന്തിനാ ഞാനൊന്ന് ഈസി ആയിട്ട് ഇൻഫ്ലുവൻസ് ആവും. അതിന്റെ പേരെന്താ, ഏമാത്തും. അതിന്റെ പേരെന്താ, പറ്റിക്കും. പറ്റിക്കും.
യാ അപ്പൊ എല്ലാം പറയാറില്ലേ പക്ഷെ അച്ഛനും അമ്മേനോടും എല്ലാ കാര്യങ്ങളും പറയുന്ന ഓപ്പൺ അങ്ങനെയല്ല അല്ല പറ്റിക്കപ്പെട്ടതിന്റെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. പറ്റിക്കപ്പെടും എന്നാണോ പറഞ്ഞത്? പറ്റിക്കപ്പെടും, വേറെ ആൾക്കാരാ. ഓക്കെ ഓക്കെ അങ്ങനെ. സോ എല്ലാ ഇപ്പൊ ചെന്നൈയില് ആണെങ്കിൽ വരില്ല. ചെന്നൈയിൽ ഒരു ഷോ, ചെന്നൈയിൽ റെക്കോർഡിങ്, ഇപ്പൊ ഡബിങ്ങിന് കൂടെ ഞാൻ തന്നെ വന്നേ. അപ്പൊ അമ്മ വന്നിരുന്ന് ഒരിക്കാന്ന് പറഞ്ഞു. ഏരിയയിലെ വരാൻ പാടില്ല അമ്മ അടുത്ത് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഡേ മാത്രം ചുമ്മാ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ചെന്നൈ എന്നാ പറവല, വേറെ ഒരു ഊരിന്നാ രണ്ടുപേരും. ഓ, അമ്മയുടെ രാരാ സോങ് അത്രയും ഫേമസ് ആണ്, അതിന് ഫാൻസ് ഉണ്ട്. അപ്പൊ അത് ശിവാംഗി പാടുന്നതിനും ഫാൻസ് ഉണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും അമ്മ അപ്പ വെച്ചിട്ട് ഒരു കമ്പാരിസൺ വന്നിട്ടുണ്ട്? എപ്പം വരും? ആണോ? വരണം, അതല്ലേ ഹെൽത്തി. ഓ വരണം. എന്തിനാ അവര് ജസ്റ്റിസ് കൊടുത്ത അളവിന് ഞാൻ കൊടുത്തില്ല, കൊടുക്കാൻ പറ്റില്ല. എന്തിനാ ഒറിജിനൽ എപ്പോഴും ഒറിജിനൽ. സോ അങ്ങനെ ഇരിക്കുമ്പോ ആ അക്സെപ്റ്റൻസ് എനിക്കുണ്ട്. ആൻഡ് അത് ഇറ്റ്സ് റെക്കോർഡഡ്. അത് സോ ഞാൻ പാടുമ്പോ അത് ലൈവ് വന്ന് പാടുന്നത് ഡിഫറെന്റ് ആണ്, റെക്കോർഡിങ് ഇസ് ഡിഫറെന്റ്. സോ അങ്ങനെ ഇരിക്കുമ്പോ അത് രണ്ടും കേൾക്കുമ്പോ ഡിഫറെന്റ് ഉണ്ടാവും. സോ ഒരു സിംഗർ വന്ന് ഒരു പാട്ട് വന്ന് റെക്കോർഡ് ചെയ്തിട്ട് അതേ പാട്ട് ലൈവ് പാടുമ്പോ ആക്ച്വലി ഡിഫറെന്റ് ഉണ്ടാവും. അതിനാ ലൈവ് ഒറ്റ ടേക്കില് ബ്രത്തെല്ലാം പ്ലാൻ ചെയ്ത് പാടണം. റെക്കോർഡിങ് നമുക്ക് പഞ്ച് ചെയ്യാം. ഇതില് ഉള്ളൊഴുക്ക് പ്രശാന്തേട്ടൻ ഉണ്ട് ഈ പടത്തിൽ. അപ്പൊ ഉള്ളൊഴുക്ക് കണ്ടിട്ട് നേരത്തെ പ്രശാന്തേട്ടനോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഉള്ളൊഴുക്ക് കണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നില്ല. അത് പറ, അത് കേൾക്കാൻ. ഞാനല്ല, അത് വേറെ കാര്യമല്ല. എന്താ അത് ക്ലാരിഫൈ ചെയ്യൂ. എന്താണ് പടം കണ്ട്? ഇപ്പൊ ഉർവശി ചേച്ചി അറിയില്ലേ? മാമിന് അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് ആയിരുന്നു ആ പടത്തിന് കഴിഞ്ഞ ദിവസം. അത് പോയ വർഷം റിലീസായ പടം. അയ്യോ, ഞാൻ ആൾറെഡി അന്ന് ഒരുമാതിരി തകർന്നിരുന്നു. ശരി, എനിക്ക് ആക്ടിങ് കണ്ടുപഠിക്കണം അന്ന് തോന്നി. അപ്പൊ ഊർവശി മാം ഉണ്ടായിരുന്നു, പാർവതി മാം ഉണ്ടായിരുന്നു. ഇരുന്നപ്പോ അവർ രണ്ടുപേരും സൂപ്പർ ആക്ടേഴ്സ്. അപ്പൊ കണ്ടിപ്പോ അവരെ കാണണം. അങ്ങനെ ആ പടത്ത് ഓപ്പൺ ചെയ്ത് കണ്ടു കഴിഞ്ഞ് എനിക്ക് 2 ദിവസം ഞാൻ ഒന്ന് പോയേ പറയുന്നില്ല, ഞാൻ ഉന്നേ പറയാ, എനിക്ക് ഒന്ന് ആ പടം ഓടിക്കൊണ്ടേയിരുന്നു. അത്ര ഇമ്പാക്ട്. അത് പ്രശാന്ത് ഏട്ടൻ അഭിനയിച്ചത് ആ സിക്ക് പേഴ്സണെ, സിക്കായിരിക്കുന്ന അഭിനയിക്കുന്നത് ഇതില്ല, സിക്ക് ആൻഡ് നെഗറ്റീവ് എന്നൊരു ക്യാരക്ടർ അഭിനയിച്ചു. അയ്യോ, അത് ഭയങ്കര കഷ്ടം. അതെങ്ങനെയാ അങ്ങനെ ചെയ്തത്? എനിക്ക് അങ്ങനെ പറ്റിക്കപ്പെടുന്നുള്ളതുകൊണ്ടാണോ മറ്റേ കല്യാണം ഒന്നും വേണ്ട? അതെ. അയ്യോ, എന്താ കുറെ പേര് ശിവാംഗിയുടെ പേഴ്സണൽ ലൈഫ് അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇങ്ങനെയുള്ള കുറെ കാര്യം ശരിക്കും കോട്ട്സ് ഒക്കെ ശിവാംഗി പറയുന്നത്. ഒരു മിനിറ്റ്, കോട്ട്സ് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒന്ന് മാത്യുവിനോട് ചോദിക്കാം. ഞാൻ എന്റെ വാഴ്ക്കയെ ഞാൻ അവിടെ പറഞ്ഞു. മാത്യു വന്ന് അപ്പാർട്ട് ഫ്രം ഫിലിം ആക്ടിങ്, ഇൻട്രോവേർട്ട് എല്ലാം, മാത്യു ആക്ച്വലി എന്തെങ്കിലും ഉണ്ടോ? മാത്യുവിന് എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ മനസ്സിലായില്ല? പേഴ്സണൽ ലൈഫ്. പേഴ്സണൽ ലൈഫ് ഉണ്ട്. അങ്ങനത്തെ അല്ല, മാത്യുവിന്റെ വീട്ടില് ഇപ്പൊ ലവ് മാരേജിൽ ആക്സെപ്റ്റ് ചെയ്യോ? അറിയില്ല, എനിക്ക് ലവ് ഇല്ല. പറയുന്ന എല്ലാത്തിലും ഇല്ല, സിനിമ വർക്ക് ഒക്കെ ആയിട്ട്. സിനിമ ആണ് ലവ്. ശരി, അപ്പൊ ആരെങ്കിലും പ്രപ്പോസ് ചെയ്ത് റിജക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. മാത്യു പ്രപ്പോസ് ചെയ്ത് അങ്ങോട്ട് റിജക്ട്? ഇല്ല. എല്ലാം ഭയങ്കര സേഫ് ആവലായിരുന്നു. ഡിപ്ലോമാറ്റിക്. സംഗീതേട്ടന് ഇപ്പൊ അവാർഡ് കിട്ടി. സംഗീതേട്ടനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂല് സംഗീതേട്ടൻ എന്ന് പറയുന്ന ഒരു ട്രോള് വന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്ത് പറയുന്നു? സംഗീത് പ്രതാപ് കിട്ടി, എനിക്കറിയാം. പക്ഷെ പ്രേമിലല്ലേ, വേറെ എഡിറ്റർ. എനിക്ക് അതാണ് ഭയങ്കര അസ്താനിഷിംഗ് ആയിരിക്കുന്നത്. ഇവിടെ ഒന്ന് ക്യാമറാമാൻ വന്ന് ഡയറക്ടർ വന്നു, ക്യാമറാമാൻ വന്നു, എന്നിട്ട് എഡിറ്റർ അഭിനയിക്കുന്നവർ എഡിറ്റ് ചെയ്യുന്നു. ഓ ഗാഡ്, അതാണ് മലയാള സിനിമ. അപ്പൊ എന്റെ അടുത്തൊന്നും എങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഇവിടെ എല്ലാരും എല്ലാം ചെയ്യുന്നത്. എന്നാൽ ആക്ട്രസസ് കുറവല്ലേ എല്ലാം കൂടെ ചെയ്യുന്നത്. മാത്രല്ല എത്ര ഫോളോവേഴ്സ്? 5.9 മില്യൺ. അത് കംപ്ലീറ്റ്ലി ഓയിങ് ടു കുക്ക് വിത്ത് കോമൽ. അതുപോലെ ഇപ്പൊ ഈ പടങ്ങൾ ഇറങ്ങില്ലേ, മരണമാസും നസ്ലന്റെ പടവും ജിങ്കാനും. അപ്പൊ രണ്ടും കാണണമെന്ന് പറഞ്ഞപ്പോ ബസൂക്കെ വിട്ടപ്പോ 1 അപ്പൊ അതിന് കരയുന്ന സ്മൈലിട്ട്. അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഇപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ എന്റെ പ്രയോറിറ്റി പെട്ടെന്ന് എനിക്ക് ജിംഖാന കാണണം. ഡെഫിനറ്റ്ലി നെസ്ലിൻ
ഉണ്ട്. പിന്നെ അതുമാത്രമല്ല ഖാലിദ് റഹ്മാൻ എന്നുള്ള ഡയറക്ടറിന്റെ ഒരു പടം ആകുമ്പോൾ എല്ലാ പടങ്ങളും ഫേവറേറ്റാ ഖാലിദ് റഹ്മാൻ ചെയ്യുന്നത്. അപ്പൊ അത് ഒരിക്കലും അതിപ്പോ ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ജിംഖാന ആയിരുന്നു എല്ലാവരുടെയും ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. അല്ലെങ്കിൽ മറ്റേത് കാണില്ല എന്ന് ഞാനെങ്ങും പറഞ്ഞിട്ടില്ല, മെൻഷൻ ചെയ്തില്ല. ഡെഫിനറ്റ്ലി അത് മെൻഷൻ ചെയ്യണമായിരുന്നു. അല്ല, അത് എന്റെ ഭാഗത്താണ് തെറ്റ്, അത് പ്രശ്നമില്ല. പക്ഷെ പക്ഷെ അങ്ങനെ ഉദ്ദേശിച്ചല്ല അതിന് പറഞ്ഞു. പക്ഷെ 3 സിനിമകളും കണ്ടു. ലൈഫിനെ ഇപ്പൊ 25 years ആയി, ലൈഫിന് എന്താ ഇപ്പം കുറെ ഒരു 5-6 years നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെയാണ് ലൈഫ്, ഇതാണ് എന്നൊക്കെ. അതിന് എന്താ ചേഞ്ച് ഉണ്ടായിട്ടുള്ളത് ത്രൂ ഔട്ട് ദീസ് ഇയേഴ്സ്? ചേഞ്ച് എന്താ ചേഞ്ച്? കുറച്ച് വയസ്സായി. പിന്നെ പറയുന്നു അങ്ങനല്ല, ചേഞ്ച് നോക്കിയാ ഓബിയസ്ലി പണ്ട് ഒരുമാതിരി ഇന്നസെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് രോഗം അറിയാം. അതാണ് ചേഞ്ച്. കുറച്ചുകൂടെ എങ്ങനെ പെരുമാറണം എന്നറിയാം. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്ന് ആ ഡോൺ മൂവി ചെയ്യുമ്പോ ഭയങ്കര വിലാട്ടായിരുന്നു എന്ന്. ഇങ്ങനെയായിരുന്നു എല്ലാ സ്ഥലത്തും. അത് ഒതുമേ സീരിയസ് ആവേ എടുത്തില്ല. എല്ലാം ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ ഒന്നും സീരിയസ് ആവേ എടുത്തില്ല. കരിയർ അല്ല, അല്ലാണ്ട് പേഴ്സണൽ ലൈഫ് ഞാൻ വന്ന് ഇതായിരുന്നു, വിലാട്ട്, കുസൃതി. ഇപ്പൊ അത്ര കുസൃതി ഇല്ല, ഇപ്പൊ കുറച്ച് സീരിയസ് ആണ്. ആസ് എ പേഴ്സൺ സീരിയസ് ആ മാറും. പക്ഷെ എല്ലാവരുടെ അടുത്തും കണ്ടാ സംസാരിക്കും. ഇപ്പൊ നമ്മൾ സംസാരിച്ചു 2 മിനിറ്റില് ശിവാംഗി ഓണാണ്. ഞങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആള് തന്നെയാ ശിവാംഗി. ചില ആൾക്കാരെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരായിരിക്കില്ല സംസാരിച്ചു തുടങ്ങുമ്പോ. അപ്പൊ അങ്ങനെ നമ്മൾ വലുതാവുമ്പോ എപ്പോഴും ആ ഒരു ഡിസ്റ്റൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ആൾക്കാരെന്ന്? ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഓക്കെ ഇത്രയും സംസാരിക്കാം ഫീൽ ചെയ്തിട്ടുണ്ട്. ആണോ? പക്ഷെ അത് കാണാറില്ലല്ലോ. അത് ആരെ തേവയാ അവരെ അടുത്ത്. ഓ, ആൾക്കാർക്ക് അനുസരിച്ചിരിക്കുന്നു. ഓക്കെ. പണ്ട് എനിക്ക് ആൾക്കാരെ കണ്ട മനസ്സിലാവില്ലായിരുന്നു. ഇപ്പൊ കണ്ടോണ്ടേ അവരെങ്ങനത്തെ ടൈപ്പാ എന്ന് മനസ്സിലായി. സംസാരിക്കുമ്പോഴേ അത്ര പെട്ടെന്ന് കിട്ടും. അതെങ്ങനെ മനസ്സിലാക്കുന്നത്? അവരുടെ സംസാരിക്കുന്ന വിധത്തിലേ നമുക്ക് മനസ്സിലാവും ഇയാള് കുറച്ച് കുറച്ച് അയ്യോ കുഴപ്പക്കാരനാണോ ഇല്ലെങ്കിൽ ഈ തിമിറിന്റെ മലയാളത്തിൽ എന്താ പറയുന്നത്? അഹങ്കാരി. ഇല്ലെങ്കിൽ മാത്യുവിന്റെ മുഖലക്ഷണം നോക്കിയെന്ന് പറഞ്ഞേ. മാത്യു പാവം ഉണ്മയിലേ വന്ന് പേഴ്സണൽ ലൈഫ് ഉണ്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് തോന്നുന്നു ഇല്ല എന്നാണ്. പേഴ്സണൽ ലൈഫ് ഉണ്ട്, അതായത് അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? അതില്ല, അത് കണ്ടാലേ തോന്നുന്നു ഇല്ലാന്ന്. എന്തിനാ എന്താ ചില പേര് കണ്ടാലേ കണ്ടിപ്പാ ഇവനെല്ല ആളുണ്ടാവും. എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? ആളുണ്ടെന്ന് സത്യമായിട്ടില്ല. ഫോണ് വരെ ഞാൻ തരാം. ഇല്ല ശരിക്കും. അപ്പൊ തെറ്റിപ്പോയി. റീസെന്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയോ? എന്താ അല്ല, 1 വർഷം മുമ്പ് അല്ല. വിളിച്ചില്ലേ? ഇല്ലല്ലോ, 1 വർഷമായിട്ടൊന്നും അല്ല. അപ്പൊ ഞാൻ കൊറേ കാലായി സിംഗിളാ. വിശ്വസിക്കാനേ പറ്റില്ല. വിശ്വസിച്ചു. അപ്പൊ ഇപ്പൊ ഒന്നുകൂടെ ശ്രമിച്ചാൽ ചിലപ്പോ ഇതേപോലെ ആയിരിക്കും. ഇല്ല മാത്യുടെ കണ്ണ് പറഞ്ഞാലേ. എന്നിട്ട് മാത്യു ഒരു പാവം ആരുടെ ബിസിനസ്സിൽ തലയിടില്ല. കറക്റ്റാ? കൈ നോക്കി പറയൂ ഇങ്ങനെ. ആരുടെ ബിസിനസ് തലയിട വരും, വേല ചെയ്യും, ജോലി ചെയ്യും, പോവും. ഒരു ഇതില്ല, ഒരു പ്ലേഫുൾനെസ് അങ്ങനത്തെ എല്ലാം ഇല്ല. ഒരു നല്ല സീരിയസ് ആണ് ആള്. വെരി ഡെഡിക്കേറ്റഡ് ടു ദ വർക്ക്. ഇതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ ഞങ്ങളെ ഇത്രയും മാറ്റി ഇരുത്തി പുകഴ്ത്തുമല്ലേ, അപ്പൊ തിരിച്ചതാ. അതിന് തിരിച്ചു കോംപ്ലിമെന്റ് എന്തെങ്കിലും കൊടുത്തോ? ഞാൻ ചോദിച്ചില്ല. ചുമ്മാ ഇരിക്കട്ടെ, ഈച്ചക്ക് ഡബ് ചെയ്തല്ലേ, നായികക്ക് ഡബ് ചെയ്തല്ലേ. അല്ലല്ല, അത് ആക്ച്വലി നമുക്ക് ഭയങ്കര ഇതായിരുന്നു ഈച്ചയുടെ സൗണ്ട്. ഞാൻ കാര്യം കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ പാട്ട് വന്നപ്പോൾ ആദ്യം കേട്ട, പിന്നെ പടം കണ്ടപ്പോഴും ഭയങ്കര രസമുണ്ട്. സൗണ്ടും ഭയങ്കര ഒരു ക്യൂട്ട്. അല്ലെങ്കിൽ ആ ഈച്ച എങ്ങനെയാണോ ആ ഈച്ചനെ കാണാൻ നോക്കുന്നത്, അതിന്റെ ആ സൗണ്ടും ആണല്ലോ, രണ്ടും കൂടെ വരുമ്പോഴാണല്ലോ ഒരു എൻറ്റയർ ക്യാരക്ടർ ഫോം ആവുന്നത്. അപ്പൊ അത് ഭയങ്കര. മലയാളത്തില് ഏത് പാട്ട് പാടും? ഏത് പാട്ട് പാടും? വേറെ പാട്ട് പാടാം. മലയാള പാട്ടല്ലേ നിങ്ങക്ക് വേണ്ട? ഏതെങ്കിലും മലയാളം പാട്ട്. അതെ, നിങ്ങൾക്ക് ഇഷ്ടമല്ല മലയാളം പാട്ടെന്താ? പറ. എനിക്ക് ഇന്നലെ അറിയില്ല, അറിയാമെങ്കിൽ അത്
ഇല്ല എനിക്ക് അങ്ങനെ ഇന്നൊരു സ്പെസിഫിക് ഇതൊന്നുമില്ല, കൊറേ എല്ലാം കേൾക്കും. റൊമാൻസിലെ പാട്ടറിയോ? ആ പടമേ ഞാൻ കണ്ടില്ലേ. ഞാൻ നിലാമലരെ പാടട്ടെ. നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി, നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി, സുഗന്ധം മായല്ലേ മരന്തം തീരല്ലേ, കെടാതെ നാളമേ നാളമേ പാടൂ നീ, നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി. ഈ മലയാളത്തില് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല ക്രൂവിന്റെ കൂടിയാണ് ചെയ്തതെല്ലാം. നല്ല നല്ല ടീമുകളായിരുന്നല്ലോ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ പുറത്തു പോകുന്നു, ഇവിടെ വീണ്ടും ചെയ്യുന്നു. നമ്മളൊന്നൊരു ആക്ടറെ പോളിഷ് ചെയ്തോണ്ടിരിക്കാൻ എന്താ ചെയ്യാ? സിനിമകൾ കാണും, പിന്നെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആക്ടേഴ്സ് സിനിമകൾ കാണുമ്പോൾ തന്നെ നമ്മൾ എല്ലാ ആക്ടേഴ്സും അവര് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാൻ നോക്കും. അല്ലെങ്കിൽ വേറെ അവരെന്തൊക്കെയാണ് അതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടാവുക, അവരല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി അവർ വേറെ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അന്വേഷിച്ച് ശ്രമിക്കും, അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകൾ ചെയ്യും. അപ്പം അങ്ങനെയാണ് അതിനൊന്ന് കൂടുതലും സിനിമ കാണുമ്പോഴാണ് നമുക്ക് ഇതിനൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇൻസ്പയർഡ് ആവും. വേറൊരു ആക്ടർ ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്യും, നമ്മൾ ഇൻസ്പയർഡ് ആവും. അത് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആവണമെന്നില്ല. ഇപ്പോൾ ഒരു പുതിയ ആർട്ടിസ്റ്റ് വന്നിട്ട് ഇപ്പൊ എന്നാത്ത കേസുകളിൽ കുറെ പുതിയ ആർട്ടിസ്റ്റ് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവും. അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഓരോ പടം ഇറങ്ങുമ്പോൾ കാണുമ്പോൾ അപ്പൊ അല്ല എനിക്ക് റോഷാക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ഈ കുറെ ഇതില് ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ബാക്കി എല്ലാ സിനിമകളും ഇഷ്ടം, കാതലാണെങ്കിലും ഭീഷ്മറും ഒക്കെ ആണെങ്കിലും ഇഷ്ടം. പക്ഷെ എനിക്ക് റോഷാക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര, അല്ലെങ്കിൽ അത് അപ്പൊ ഭയങ്കര ഒരു ആക്ടർ കാണുമ്പോൾ നമ്മൾ ഇൻസ്പയർഡ് ആവും, നമ്മളെ പുഷ് ചെയ്യും, നമുക്കും ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ പെർഫോം ചെയ്യണമെന്ന് തോന്നും. അപ്പൊ അതാണ് കൂടുതലും. അപ്പൊ ലവ്ലി മെയ് 2 തിയേറ്ററിൽ വരികയാണ്. അപ്പൊ വെയിറ്റിംഗ് ആണ് ഈച്ചയുടെ ശബ്ദത്തിനും ബോണിയെ കാണാൻ വേണ്ടിട്ട്. ഇനി ഈ പേര് ഒന്നിച്ച് അഭിനയിക്കട്ടെ. എല്ലാരും എല്ലാ ഡയറക്ടറും ഫോട്ടോ എടുത്ത് വെച്ചോ, നമ്മള് നോക്കിക്കോ ഏതെങ്കിലും പടം ഉണ്ടോ. ബോണിയും ലവ്ലിയും പോലെ ശരിക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരട്ടെ. ഓ യാ ബോണി ലവ്ലി, ഓ ഗോഡ്. ഓക്കെ അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.